നെയ്യാറ്റിൻകര ഗോപൻ്റെ മകൻ സനന്ദിനെ ഇപ്പോൾ പോലീസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നെയ്യാറ്റിൻകര മകൻ സനന്ദിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ സനന്ദൻ പ്രതികരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മക്കളാണ് നെയ്യാറ്റിൻകര ഗോപനുള്ളത്. ഒന്ന് സനന്ദനും അതുപോലെ രാജസേനനും സനന്ദനുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം മാധ്യമങ്ങളടക്കം പ്രതികരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നതിനോട് ഒരു തരത്തിലും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ കുടുംബം തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് കോടതിയൂടി ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടുംബം അല്പമെങ്കിലും മയപ്പെട്ടത്. പക്ഷേ ആ മയപ്പെടൽ പോലും അല്പം ഒരു വാശിയോടുകൂടി തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് തന്നെയാണ് അവർ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വീടിന് പുറത്ത് വന്ന് ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്നൊരു തരത്തിലും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ലഭിച്ച വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് മകൻ സനന്ദനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സനന്ദനല്ല അന്ന് ഈ പൂജ ഈ നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടത്തിയത്. രണ്ടാമത്തെ മകൻ രാജസേനനാണ്. പക്ഷേ പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയത് രാജസേനനാണ്. അതിനുശേഷമാണ് രാജസേനൻ ജോലി ചെയ്യുന്ന നേമത്തെ ഒരു സ്ഥാപനത്തിലേക്ക് പോയത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സനന്ദൻ ആവർത്തിച്ച് പറഞ്ഞിട്ടിരുന്നത്. ഇതെല്ലാം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. എന്തായാലും മകൻ സനന്ദനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ 3 അംഗ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ പരിശോധനയിലൂടെ കണ്ടെത്തുകയാണ് ഡോക്ടർമാർ ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവന്നുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിനും ജില്ലാ ഭരണകൂടത്തിനും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഇനി മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള എല്ലാ വശങ്ങളിലുമുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11:30 ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്.